ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പ്. പ്രത്യാശിക്കുന്നവയ്ക്ക് ഉറപ്പുണ്ടാകുകയുള്ളൂ. ഒരു വാക്യം വായിക്കാം. ലൂക്ക 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവിടുന്ന് വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതായത് ദൈവം എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൽപ്പിച്ചതുപോലെ രൂപം പ്രാപിക്കുമോ, അതോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് പറയുന്നത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ഭൂമിയിൽ വിശ്വാസം കാണുമോ? കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ടായിരിക്കും യേശു അങ്ങനെ പറഞ്ഞത്. കാണുമോ എന്ന് ചോദിച്ചെങ്കിൽ കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ വിശ്വാസിയെ കണ്ടെത്തുമോ എന്നല്ല കർത്താവ് ചോദിച്ചത്. വിശ്വാസികൾ കാണുമോ എന്നല്ല. വിശ്വാസികൾ ഇന്ന് ധാരാളമുണ്ട്, നാളെയും ധാരാളം വിശ്വാസികൾ ഉണ്ടാവാം. പക്ഷെ കർത്താവ് പറഞ്ഞ വചന വ്യവസ്ഥയിലുള്ള വിശ്വാസം ഉണ്ടാകുമോ എന്നാണ് കർത്താവ് ചോദിച്ചിരിക്കുന്നത്, വിശ്വാസി കാണുമോ എന്നല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്നാ? നല്ലൊരു ശതമാനം വിശ്വാസിക്കും വിശ്വാസം ഇല്ലെന്നുള്ള. വിശ്വാസി ധാരാളമുണ്ട്, പക്ഷേ വചനം പറയുന്ന രീതിയിലുള്ള വിശ്വാസം നല്ലൊരു ശതമാനത്തിന് ഇല്ല എന്ന് ഈ 2030-40 വർഷം മുമ്പ് കർത്താവ് പറയുന്നു. വിശ്വാസി ഇഷ്ടം പോലെ കാണും, വിശ്വാസം കാണുമോ? അതുകൊണ്ടല്ലേ പല പ്രസ്ഥാനത്തിനുള്ളവരെ ഇപ്പം ഇന്ന കുർവാ സംഘം എന്നൊക്കെ വിളിക്കുന്നത്. സംഘടനാ സംവിധാനത്തിലൊക്കെ ഉള്ള പല സംവിധാനത്തിനകത്ത് ഇന്ന കുർവാ സംഘം എന്നൊക്കെ, ഞാൻ എൻ്റെ പേരൊന്നും തീർത്ത് പറയുന്നില്ല, അതൊക്കെ യൂട്യൂബിൽ കയറി തപ്പിയാൽ കൃത്യമായിട്ട് പേരുകൾ കിടപ്പുണ്ട്. ഇന്ന കുർവാ സംഘം എന്നൊക്കെ പറയുന്നത് വിശ്വാസിയുണ്ട്, പക്ഷേ വിശ്വാസം കാണുമോ എന്നതാണ്. ഈ വിശ്വാസം എന്താണെന്ന് സകല വിശ്വാസികളും സത്യത്തിലൊന്ന് അറിഞ്ഞിരിക്കണം. കർത്താവ് ഉദ്ദേശിക്കുന്ന വിശ്വാസം എന്താണെന്ന് അത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ്. സത്യവേദ പുസ്തകത്തിൽ ആ വാക്യം എഴുതിയേക്കുന്നത് തന്നെ തെറ്റാം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു, അതിനാലാണല്ലോ പൂർവികർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഇത് സത്യവേദ പുസ്തകത്തിൽ ഈ വചനം കിടക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നവയുടെ ഉറപ്പുന്നാണ്. എന്നാൽ എൻ്റെ ബൈബിള് സത്യവേദ പുസ്തകമല്ല, അത് NIV എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിനകത്ത് പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയവുമാണല്ലോ, അതിനാലാണല്ലോ പൂർവികർക്ക് സാക്ഷ്യപത്രം ലഭിച്ചത്. സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് ഈ പ്രത്യാശ എന്ന വാക്കിന് പകരം അവിടെ ഉപയോഗിച്ചേക്കുന്ന ആശ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അത് ഇവിടെ തന്നെ തെറ്റിയില്ലേ? പ്രത്യാശയുടെ ഒരു ഓപ്പോസിറ്റ് വാക്ക് ശ്രോതാക്കൾക്കൊന്ന് പറയാമോ? പ്രത്യാശയുടെ ഓപ്പോസിറ്റ് വാക്ക്. അതേസമയത്ത് ആശയുടെ ഓപ്പോസിറ്റ് വാക്കാണ് നിരാശ. പ്രത്യാശയുടെ ഓപ്പോസിറ്റ് വാക്ക് ഞാൻ ഇന്ന് വരെ നോക്കിയിട്ട് മലയാളത്തിൽ കണ്ടിട്ടില്ല. റോമാലേഖനത്തിൽ ഒരു വാക്ക് പറയുന്നു, 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത പരിപക്വതയും പരിപക്വത പ്രത്യാശയും ഉണ്ടാക്കുന്നു. എന്നിട്ട് 5-ാമത്തെ വാക്യം പറയുന്നു, പ്രത്യാശ നമ്മെ ലജ്ജിതരാക്കുന്നില്ല. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പാണെങ്കിൽ അത് നമ്മളെ ലജ്ജിതരാക്കുകയല്ലെന്നാണ് വചനം പറയുന്നത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പാണെങ്കിൽ, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണെങ്കിൽ ആശ നിരാശ ഉണ്ടാക്കും. ഞാനിപ്പോൾ ആഗ്രഹിക്കുക, ഞാൻ ഇന്ന പോലെ ധനം ഉണ്ടാക്കും, ഇന്ന പോലെ ഒരു ബംഗ്ലാവ് ഉണ്ടാക്കും, ഇന്ന പോലത്തെ ചില കാറുകൾ വാങ്ങും. അല്ല, ചെറുപ്പക്കാരനാണ് ചിന്തിക്കുക ഇന്ന പോലെ സുന്ദരിയായൊരു പെണ്ണിനെ കെട്ടും. ചെറുപ്പക്കാരിയാണ് ചിന്തിക്കുക ഇന്ന പോലെ സുന്ദരനായ ഒരു ധനിക യുവാവിനെ, ഒരു വ്യവസായിയെ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി ജെറ്റ് മേടിക്കും, ലോകം മുഴുവൻ പറന്ന് നടക്കും, ടൂറടിക്കും, വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കും, വറുത്തതും പൊരിച്ചത് തന്നെ തിന്നും. ഇതെല്ലാം ആശകളാണ്. ഈ ആശകൾ ലജ്ജിതരാക്കും. കാരണം ആശിച്ചവർ ഒത്തിരി ആളുകളുണ്ട്. ഈ ആശ മുഴുവൻ നല്ലൊരു ശതമാനം ആശയും നിരാശയായി മാറുമ്പോഴത്തേനും വയസ്സ് 10-60 ആകും. പിന്നെ മനസ്സിലാകും ഒന്നും പറയുന്ന പോലെ ഒന്നും അല്ലെന്ന്.
ഇവിടെ പറയുന്നത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ ബുദ്ധിക്കകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. ഇനി 2 കൊറിന്ത്യർ 1:7 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ കഷ്ടതകളിൽ എന്നതുപോലെ ആശ്വാസത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്ന അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. അവിടെയും പറയുന്നത് ആശ ഉറപ്പുള്ളതെന്നല്ല, പ്രത്യാശ ഉറപ്പുള്ളത് എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തലത്തിലാണ് ആശ, എന്നാൽ പ്രത്യാശ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ തലത്തിലാണ്, ബുദ്ധിക്ക് മുകളിൽ കൂടെയാണ്. ഒന്നുകൂടെ പറയാം, മനുഷ്യൻ്റെ ബുദ്ധിയുടെ തലത്തിലാണ് ആശ, എന്നാൽ പ്രത്യാശ ബുദ്ധിയുടെ മുകളിലത്തെ തലത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ തലത്തിലാണ്. ബുദ്ധി കൊണ്ട് ഒരിക്കലും പ്രത്യാശ ഉണ്ടാവില്ല. പ്രത്യാശയിൽ നിന്നുണ്ടാകുന്ന ആശ്വാസം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനും പറ്റിയല്ല. ഈ ഭൂമിയിലുള്ള ബുദ്ധി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനും പ്രത്യാശയുടെ അനുഭവം ബുദ്ധിയിലൂടെ കാണാനും പറ്റിയല്ല. എങ്ങനെ കാണാൻ പറ്റും? ബുദ്ധിയിലൂടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ബുദ്ധിക്ക് അത് ദഹിക്കും? ചെങ്കടലിനെ പിളർന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ബുദ്ധിക്ക് ദഹിക്കും? ജോർദാനെ പിളർന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ബുദ്ധിക്ക് ദഹിക്കും? 63 ലക്ഷം ജനത്തിനെ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ ബുദ്ധി ദഹിക്കും? ഡേറ്റ്സ് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, 63 ലക്ഷം ജനം. പിന്നെ വസ്ത്രം കീറിയില്ല എന്ന് നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു അർത്ഥമുണ്ട്. ഈജിപ്തിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു പെങ്കൊച്ചിന് 4 വയസ്സായിരുന്നെങ്കിൽ അന്ന് അതിന് പെറ്റിക്കോട്ട് മതിയെന്ന് വെച്ചോ. ആ വസ്ത്രം കീറാതെ ഇരിക്കുകയാണെങ്കിൽ ഈ 40 വർഷം മരുഭൂമി കൂടെ പോയപ്പോൾ ആ കൊച്ചിന് 44 വയസ്സായപ്പോഴും ആ പെറ്റിക്കോട്ടല്ലേ കിടക്കുന്നത്? അത് പറ്റുമോ അതിന്? അപ്പോൾ വസ്ത്രം വളർന്നിട്ടുണ്ട്, കീറിയില്ലെന്ന് മാത്രമല്ല വസ്ത്രം വളർന്നിട്ടുണ്ട്. ഈ പെങ്കൊച്ച് തന്നെ 4 വയസ്സിൽ കാലയിലൊരു ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ചെരുപ്പ് തേയാതിരിക്കുക മാത്രമല്ല ചെരുപ്പ് വളരുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ബുദ്ധിക്ക് മനസ്സിലാകും? അപ്പം പ്രത്യാശയുടെ കാര്യം ബുദ്ധിക്ക് മനസ്സിലാകില്ല. ഇവിടെ ബുദ്ധിക്കും ആത്മാവിനും 2 തരം കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. കാരണം ഇത് രണ്ട് വലിയ അന്തരമുള്ള 2 സാധനങ്ങളാണ്. ഇത് രണ്ടും മനുഷ്യൻ്റെ ഉള്ളിലുള്ളതായിരുന്നാലും ഒന്നിനോട് ചേർന്ന് പോകുന്ന കാര്യമില്ല. ബുദ്ധി ആത്മാവിനും ആത്മാവ് ബുദ്ധിക്കും വിരോധമായാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഒരു വാക്യം കൂടെ നോക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന്, ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിങ്ങനെ കിടക്കുന്നു: ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിക്കുക എത്ര വേണ്ടത്. അങ്ങനെയെങ്കിൽ സകല അറിവിനെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക എത്ര വേണ്ടത്. അങ്ങനെയെങ്കിൽ സകല അറിവിനെ നീ ബൈബിൾ പറയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്ന സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം വരും. അപ്പോൾ ആ സമാധാനം പ്രത്യാശയിലുള്ളതാണ്. അത് ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല, അത് ആത്മാവിൻ്റെ തലത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പെന്താ? കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം. ഇവിടെ കോളേജും സ്കൂളും വലിയ ആകാശം മുട്ടുന്ന പള്ളികളും ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത പുതിയ പുതിയ പദ്ധതികൾ ടാർഗറ്റ് ചെയ്ത് പണിതും പെയിൻ്റടിച്ചും പിരിച്ചും ഉത്സാഹിച്ച് നിൽക്കുന്ന ഒരു സംവിധാനവും കല്യാണം നടത്തിയും കല്യാണം നടത്തിക്കൊടുത്തും അതിൻ്റെ വീതവും ഭക്ഷണവും ഒക്കെ ആയിട്ട് പരിപാടിയായിട്ട് നടക്കുന്നതിനപ്പുറം വരും എന്നുള്ളത് ബുദ്ധിക്കകത്തല്ല, ആശയ്ക്കകത്തല്ല, അത് പ്രത്യാശയ്ക്കകത്തുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു ഉറപ്പുള്ളവർ ഇവിടെ കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചിരിക്കുന്നത്.
വിശ്വാസം കാണുമോ? വിശ്വാസം എന്നത്, സത്യവേദ പുസ്തകത്തിൽ ആ വാക്യം തെറ്റാണെന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്, നരകമുണ്ട്, ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്, ദൈവരാജ്യമുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കും. ഇതെല്ലാം പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പാണ്. എന്നിട്ടാണ് പല വാക്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, റോമർ 5:4 പ്രത്യാശ, 5:5 ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യാശ നമ്മെ രഞ്ജിതരാക്കുന്നില്ല, ആശ നമ്മളെ നിരാശരാക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നിരാശരാക്കാത്ത പ്രത്യാശയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആശകളാൽ സ്വപ്നങ്ങൾ കാണുകയും ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പ്രത്യാശയിൽ ഉറച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ച് സന്തോഷിച്ച് സമാധാനത്തിൽ ഈ ഭൂമിയിൽ നിന്ന് കർത്താവിൻ്റെ വരവ് ആദ്യമെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ മരണമാണെങ്കിൽ ആദ്യം, എവിടെയാണെങ്കിലും സന്തോഷത്തോടും സമാധാനത്തോടും കടന്നു പോകുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.